നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ യൂണിറ്റ് 5 ആയ റൂറൽ വൈബ്സിൻ്റെ ഭാഗമായ ദ ഫാർമർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കൃഷിക്കാരനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പോയറ്റ് ഈ കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. നാം സമൂഹത്തിൽ ഏത് നിലയിലുള്ള വ്യക്തിയാണെങ്കിലും നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ഒരു കർഷകൻ കൂടിയേ തീരൂ. കർഷകരാണ് നമ്മുടെ അന്നദാതാക്കൾ എന്ന സത്യം മനസ്സിലാക്കി അവർ അർഹിക്കുന്ന ബഹുമാനം അവർക്ക് നൽകണമെന്നാണ് പോയറ്റ് ഈ കവിതയിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. വി ഓൾ അഡ്മയർ ഹീറോസ്. അഡ്മയർ എന്ന് പറഞ്ഞാൽ ആരാധിക്കുക അല്ലെങ്കിൽ ആദരിക്കുക എന്നൊക്കെയാണ് മീനിങ്. ഹീറോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീരപുരുഷൻ, ആരാധ്യ പുരുഷൻ. അപ്പം നമ്മളെല്ലാവരും ഹീറോസിനെ ആരാധിക്കുന്നവരാണ്. ഹു ഈസ് യുവർ ഹീറോ? ആരാണ് നിങ്ങളുടെ ഹീറോ? ഹിയർ ഈസ് എ പോയം സെലിബ്രേറ്റിംഗ് ദ അൺസങ് ഹീറോസ് ഓഫ് ദ വേൾഡ്. അൺസങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര പ്രശംസിക്കപ്പെടാത്ത അല്ലെങ്കിൽ ആദരിക്കപ്പെടാത്ത. അപ്പോൾ ഇവിടെ ജീവിതത്തിൽ വേണ്ടത്ര പ്രശംസിക്കപ്പെടാത്ത അല്ലെങ്കിൽ ആദരിക്കപ്പെടാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ മഹത്വം ഉയർത്തിക്കാട്ടുന്ന കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? കർഷകരെ കുറിച്ചാണ് അല്ലേ? കർഷകർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ ആദരവൊന്നും നൽകുന്നില്ല, പക്ഷേ നമ്മളുടെ അന്നദാതാക്കളാണ് അവരെ നമ്മൾ ബഹുമാനിക്കണമെന്ന ആഹ്വാനമാണ് ഈ കവി പറഞ്ഞു വയ്ക്കുന്നത്. ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ. ഇവിടെ ഓ കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി കൊടുത്ത് ER കൊടുത്തേക്കുന്നത്, അത് ഓവർ എന്നാണ് വായിക്കുന്നത്. അത് ഒരു പോയറ്റിക് കോൺട്രാക്ഷൻ ആണ്, അതായത് പദ്യത്തിൻ്റെ ഒക്കെ ഒരു റിതമൊക്കെ നിലനിർത്താൻ വേണ്ടി പോയറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ രാജാവ് കരയും കടലും അടക്കി ഭരിച്ചേക്കാം. ദ ലോർഡ് മേ ലീവ് റൈറ്റ് റോയലി എന്ന് പറഞ്ഞാൽ പ്രഭുക്കർ. ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രഭു. ധനാഢ്യരും സമൂഹത്തിലെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരായ ആൾക്കാരെയാണ് ലോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ലോർഡ് മേ ലീവ് റൈറ്റ് റോയലി, അവരെ വളരെ ആഡംബരപരമായി അല്ലെങ്കിൽ രാജകീയമായിട്ട് ജീവിച്ചേക്കാം. ദ സോൾജിയർ റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ്. റൈഡ്സ് എന്ന് പറഞ്ഞാൽ സവാരി നടത്തുക, സവാരി ചെയ്യുക. പോംപ് എന്ന് പറഞ്ഞാൽ പ്രതാപം. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം. ദ സോൾജിയർ റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർ പ്രതാപത്തോടും അഭിമാനത്തോടും കൂടി സവാരി നടത്തുന്നു. ദ സെയിലർ റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്. സെയിലർ എന്ന് പറഞ്ഞാൽ നാവികൻ. നാവികൻ കടലിൻ്റെ വിശാലതയിലേക്ക് അല്ലെങ്കിൽ അഗാധത്തിലേക്ക് സഞ്ചരിക്കുന്നു. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ. മുകളിൽ പറഞ്ഞത് ആര് തന്നെയായാലും അല്ലെങ്കിൽ ഏത് തന്നെയായാലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും, ബിഫോൾ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദ മോൾ. കൃഷിക്കാരൻ ഇവർക്കെല്ലാം ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ കൃഷിക്കാരൻ ഇവരെയെല്ലാം തീറ്റിപ്പോറ്റണം. പോയറ്റ് ഇവിടെ കൃഷിക്കാരൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെ ഏതൊക്കെ പദവിയിലാണെങ്കിലും എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിലും ഒരു കൃഷിക്കാരൻ വേണം ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാൻ. ദ റൈറ്റർ തിങ്സ്, ദ പോയറ്റ് സിങ്സ്. ദ റൈറ്റർ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു. ദ പോയറ്റ് സിങ്സ്, കവി പാടുന്നു. ദ ക്രാഫ്റ്റ്സ്മെൻ ഫാഷൻ വണ്ടറസ് തിങ്സ്. ക്രാഫ്റ്റ്സ്മെൻ എന്ന് പറഞ്ഞാൽ ശില്പികൾ. വണ്ടറസ് എന്ന് പറഞ്ഞാൽ അതിശയകരമായ അല്ലെങ്കിൽ വിസ്മയകരമായ. അപ്പോൾ ശില്പികൾ എന്ത് ചെയ്യുന്നു? അതിശയകരമായ വസ്തുക്കൾ നിർമ്മിക്കുന്നു. ദ ഡോക്ടർ ഹീൽസ്, ദ ലോയർ പ്ലീഡ്സ്. ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഡോക്ടർ ചികിത്സിക്കുന്നു അല്ലെങ്കിൽ സുഖപ്പെടുത്തുന്നു. വക്കീൽ വാദിക്കുന്നു. ദ മൈനർ ഫോളോസ് ദ പ്രഷ്യസ് ലീഡ്സ്. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട, വിലയേറിയ. ലീഡ്സ് എന്ന് പറഞ്ഞാൽ സൂചനകൾ. അപ്പം ദ മൈനർ എന്ന് പറഞ്ഞാൽ കനിത്തൊഴിലാളികൾ. അപ്പം കനിത്തൊഴിലാളി എന്ത് ചെയ്യുന്നു? ധാതു നിക്ഷേപത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ അതിനെ പിന്തുടർന്ന് ധാതുക്കൾ കുഴിച്ചെടുക്കുന്നു. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ. മുകളിൽ പറഞ്ഞത് ആരായാലും എന്തായാലും അല്ലെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദ മോൾ. ഇവർക്കൊക്കെ ആഹാരം കഴിക്കണമെങ്കിൽ ആര് തന്നെ വേണം? അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാണ് ഇവർക്കൊക്കെ ആഹാരം നൽകുന്നത്. ദ മെർച്ചന്റ് ഹി മേ ബൈ ആൻഡ് സെൽ. മെർച്ചന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരൻ അല്ലെങ്കിൽ വ്യാപാരി.
കച്ചവടക്കാരൻ വാങ്ങുകയോ വിൽക്കുകയും ചെയ്തേക്കാം. ദ ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ. അധ്യാപകൻ തൻ്റെ ജോലി അല്ലെങ്കിൽ കടമ നന്നായി നിർവഹിക്കുന്നു. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്. ടോയിൽ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുക. പുരുഷന്മാർ ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്തേക്കാം അല്ലെങ്കിൽ അഹോരാത്രം പണിയെടുത്തേക്കാം. ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസന്റ് വേയ്സ്. അല്ലെങ്കിൽ സ്ട്രോൾ എന്ന് പറഞ്ഞാൽ സുഖകരമായ രീതിയിലുള്ള നടത്തം അല്ലെങ്കിൽ സഞ്ചാരം. അപ്പോൾ അല്ലെങ്കിൽ പുരുഷന്മാർ സന്തോഷകരമായ വഴികളിലൂടെ സഞ്ചരിച്ചേക്കാം അല്ലെങ്കിൽ ഉല്ലാസ ജീവിതം നയിച്ചേക്കാം. ഫ്രം കിങ് ടു ബഗർ വാട്ട് എവർ ബിഫോൾ. അതായത് രാജാവ് മുതൽ ഭിക്ഷക്കാരൻ വരെ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പണക്കാരൻ മുതൽ പാവപ്പെട്ടവൻ വരെ, ആര് തന്നെ ആയാലും വാട്ട് എവർ ബിഫോൾ, എന്ത് തന്നെ സംഭവിച്ചാലും ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. എല്ലാവരും കൃഷിക്കാരനെ ആഹാരത്തിനായി ആശ്രയിക്കുന്നു. അതായത് ഒരു കൃഷിക്കാരനാണ് എല്ലാവരുടെയും അന്നദാതാവ്. ഫാമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്. കർഷകന്റെ വ്യാപാരം അഥവാ അവന്റെ ജോലി വളരെ വിലയേറിയതും പ്രാധാന്യമുള്ളതുമാണ്. ഹി ഈസ് പാർട്ട്ണർ വിത്ത് സ്കൈ ആൻഡ് എർത്ത്. അവൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പങ്കാളിയാണ്. ഹി ഈസ് പാർട്ട്ണർ വിത്ത് സൺ ആൻഡ് റെയിൻ. അവൻ സൂര്യൻ്റെയും മഴയുടെയും പങ്കാളിയാണ്. എന്ന് പറഞ്ഞാൽ കൃഷിയിൽ അവൻ്റെ പങ്കാളികളായി ആരൊക്കെയാണുള്ളത്? ആകാശവും ഭൂമിയും സൂര്യനും മഴയും ഒക്കെയാണ്. അവന് നല്ല വിള ലഭിക്കുന്നത് ഈ പ്രകൃതിയുടെ സഹായം കൊണ്ടാണ്. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ. അവൻ്റെ നേട്ടം മറ്റാർക്കും നഷ്ടമുണ്ടാക്കുന്നില്ല. ഒരു കർഷകന് നല്ല വിള ലഭിക്കുമ്പോൾ അതെല്ലാവർക്കും പ്രയോജനപ്രദമായിട്ട് മാറുന്നു. ആൻഡ് മെൻ മേ റൈസ് ഓർ മെൻ മേ ഫോൾ. മനുഷ്യരുടെ ജീവിതം വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തേക്കാം. അതായത് മനുഷ്യൻ്റെ ഭാവി എന്തു തന്നെയായാലും ബട്ട് ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. കർഷകനാണ് സമൂഹത്തിലെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്. ഇനി നമുക്ക് പോയറ്റിനെ പരിചയപ്പെടാം. ബ്രിട്ടീഷ് നോവലിസ്റ്റും അധ്യാപികയുമായ അമേലിയ എഡിത്ത് ഹഡിൽസ്റ്റൺ ബാർ ആണ് ഈ പോയം രചിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാന സൃഷ്ടികൾ താഴെ പറയുന്നവയാണ്: റൊമാൻസ് ആൻഡ് റിയാലിറ്റി, ജാൻ ബഡേഴ്സ് വൈഫ്, എ ഡോട്ടർ ഓഫ് 5, ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്, ഓട്ടോബയോഗ്രഫി അതായത് ആത്മകഥ, റിമെമ്പർ ദ അലാമോ, ദ ബോ ഓഫ് ഓറഞ്ച് റിബൺ. ദ ഫാർമർ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിലെ വേർഡ് ഗാലറി, അതുപോലെ തന്നെ ക്വസ്റ്റൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എന്നിവയായി മറ്റൊരു ചെറിയ വീഡിയോയിൽ കണ്ടുമുട്ടാം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്